സ്നേഹത്തിന്റെ ഡെഫിനിഷൻ എന്താണെന്നറിയോ? അത് ക്രിസ്തുവാ. എന്റെ പ്രാണനേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പലരും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രാണൻ തന്ന് സ്നേഹിച്ചവൻ ക്രിസ്തു മാത്രം. ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു കളയുമെന്ന് പറഞ്ഞ് കൂടെ നിന്നവരെ ആരെയും ക്രൂശ് വെളിപ്പെട്ടപ്പോ കൂടെ കണ്ടില്ല. തന്നെ ആദ്യമായി ലോകത്തിന് സാക്ഷ്യപ്പെടുത്തിയവനും തന്നെ അവിശ്വസിച്ചു. സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കൂടെ നിന്നവനും തന്നെ 3 വട്ടം തള്ളിപ്പറഞ്ഞപ്പോഴും തന്നോടൊപ്പം ഉണ്ടായിരുന്നവനും വെറും 30 വെള്ളിക്കാശിന് തന്നെ ഒറ്റിക്കൊടുത്തപ്പോഴും അവരെ ആരെയും തള്ളിക്കളഞ്ഞില്ലവൻ. ഒരു നോട്ടം കൊണ്ട് പോലും അവരെ വേദനിപ്പിക്കാതെ സ്നേഹിത എന്ന് വിളിച്ച് മാറോട് ചേർത്തിട്ടേയുള്ളവൻ. ഗെത്സമനയിലെ അതിവേദനയിലും താങ്ങാൻ തന്നോടൊപ്പം ആരും ഉണ്ടായില്ല. ക്രൂശിലെ പീഡകൾ സഹിച്ചപ്പോഴും ചാട്ടവാറുകൾ തന്റെ മാംസം കൊത്തി വലിച്ചപ്പോഴും മുൾക്കുരിശ് തന്റെ കണ്ണിലൂടെ തറച്ചിറങ്ങിയപ്പോഴും തനിക്ക് താങ്ങാനാവാത്ത ക്രൂശുമേന്തി നടന്നു നീങ്ങുമ്പോഴും ഒരു കുഞ്ഞാടിനെ പോലെ സകലവും അവൻ സഹിച്ചു. കുത്തിനോവിക്കുന്ന വാക്കുകളും കളിയാക്കലുകളും അവൻ എനിക്കായി ഏറ്റുവാങ്ങി. തന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയും പരിഹാസപാത്രമാക്കി മാറ്റിയപ്പോഴും അവരോടെല്ലാം അവൻ ക്ഷമിച്ചു. അവസാനം 3 ആണിമേൽ തന്നെ ക്രൂശിച്ച് അവർ ആനന്ദിച്ചപ്പോഴും ആ പിടയുന്ന വേദനയിൽ ആ നെഞ്ചിൽ ഞാനായിരുന്നു. എന്നോടുള്ള സ്നേഹമായിരുന്നു. ദാഹിച്ചു വലഞ്ഞൊരിറ്റു വെള്ളത്തിനു വേണ്ടി കെഞ്ചിയപ്പോൾ പുളിച്ച വീഞ്ഞു നൽകി തന്റെ ശരീരത്തിലും മുറിവുകളിലും പടർന്നു പിടിച്ച വേദനയേക്കാൾ എന്നോടുള്ള സ്നേഹമായിരുന്നു ആ ചങ്കിൽ. കുന്തം കൊണ്ട് പടയാളികൾ അവന്റെ ചങ്കു പിളർന്നപ്പോഴും അവസാന തുള്ളി രക്തവും എനിക്കായി ഏകി മരണത്തോളം സ്നേഹിച്ചു അവൻ എന്നെ, എന്റെ പ്രാണനാഥൻ.